ഹായ് ഗൈസ്, അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് രാഹുൽ KP ഏതാണ്ട് 6 സീസണുകൾക്ക് ഒടുവിൽ ക്ലബ്ബ് വിട്ടു പോകുന്നു എന്നുള്ളതാണ്. സോ ഞാനിതൊരു സാധാരണ വീഡിയോ ഒക്കെ ചെയ്യുന്നവരെ ഞാൻ സ്ക്രിപ്റ്റ് ചെയ്തൊന്നും അല്ല പറയുന്നത്. കാരണം രാഹുൽ KP KBFCയിൽ ഇത്രയും നാൾ കളിച്ചിട്ട് ആ ഒരു ഇമേജിൽ നിന്ന് മറ്റൊരു ക്ലബ്ബിലേക്ക് പോകുമ്പോഴത്തേക്കും ആസ് എ KBFC ഫാൻ എന്ന നിലയിൽ പറയാനുള്ളത് എന്തോ അത് പറയുക മാത്രമാണ്. അതുകൊണ്ട് ചിലപ്പം കുറച്ച് ബ്ലാബറിംഗ് ഒക്കെ ഉണ്ടാകും, അതുകൊണ്ട് ക്ഷമിക്കുക. സോ രാഹുൽ KP നമുക്കറിയാം 2019 സീസൺ, എൻ്റെ ഓർമ്മ ശരിയാണ്, എൽക്കോട സീസണിലാണ് ആദ്യമായിട്ട് അദ്ദേഹം വരുന്നത്. അത് അണ്ടർ-17 വേൾഡ് കപ്പ് കളിച്ച് അതിനുശേഷം ആരോസിലേക്ക് കളിച്ച് അത് കഴിഞ്ഞിട്ടാണ് KBFC അദ്ദേഹം ചൂസ് ചെയ്യുന്നത്, തൻ്റെ സ്വന്തം നാട്ടിലെ തന്നെ ക്ലബ്ബ്. അദ്ദേഹം വന്നപ്പോൾ തന്നെ നമുക്ക് പ്രതീക്ഷകളൊക്കെ തന്നെ നൽകിയിരുന്നു. ഓൾറെഡി നമ്മൾ അദ്ദേഹത്തെ അണ്ടർ-17 വേൾഡ് കപ്പിൽ കണ്ടപ്പോഴും എക്സൈറ്റഡ് ആയതാണ്, ആരോസിൽ കണ്ട് എക്സൈറ്റഡ് ആയതാണ്. KBFC വന്നപ്പോഴത്തേക്കും എല്ലാവരും ആ ഒരു എക്സൈറ്റ്മെൻറ്റോട് കൂടി തന്നെയാണ്, പ്രത്യേകിച്ച് നമ്മുടെ ലോക്കൽ ബോയ് എന്ന നിലയിൽ തന്നെയാണ് വരവേൽറ്റിയത്. ആദ്യത്തെ സീസണിൽ അദ്ദേഹത്തിന് അണ്ടർ എൽക്കോ ഈ പറഞ്ഞതുപോലെ ആ ഒരു ആദ്യം സബ്ബൊക്കെ ആയിട്ടാണ് വരുന്നത്. അദ്ദേഹത്തിന് നല്ല രീതിയിലൊക്കെ കളിക്കാനും സാധിച്ചിട്ടുണ്ട്. എൽക്കോ നല്ല രീതിയിലൊക്കെ റേറ്റ് ചെയ്തിട്ടുള്ളൊരു പ്ലെയറുമായിരുന്നു. അതിനുശേഷം ആണെങ്കിലും അദ്ദേഹത്തിന് നമുക്ക് ആരാധകരുടെ ഒരു പ്രിയപ്പെട്ട താരമായിട്ട് പയ്യെ താരം മാറുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ്. നമുക്ക് ക്രൂഷ്യലായിട്ടുള്ള മാച്ചസിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ഗോൾസ് വന്നിട്ടുണ്ട്. അതിലേറ്റവും ഓർത്തിരിക്കുന്നത് 2 ഗോളുകളാണ്. അതിൽ ബംഗളൂരു FCക്കെതിരെ ഒരു കൗണ്ടർ സിറ്റുവേഷൻസിൽ നേടിയിട്ടുള്ള 2 ഗോളുകൾ, അതിലൊന്ന് മാച്ച് വിന്നിങ് ഗോളുമായിരുന്നു എന്നുള്ളതാണ്. പിന്നെ നമുക്ക് എക്കാലത്ത് ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു ഗോള് നമ്മൾ ഒരുപക്ഷെ ഹൈദരാബാദ് FCക്കെതിരെ ഫൈനലിൽ നേടിയിട്ടുള്ള ആ ഒരു ഗോളായിരിക്കും. അന്ന് ഹൈദരാബാദ് തിരിച്ച് അടിച്ചില്ലായിരുന്നെങ്കിൽ രാഹുൽ KP എന്ന് പറയുന്ന താരം നമ്മൾ ഏത് തരത്തിൽ അവരോധിക്കപ്പെടുന്നൊരു താരമായി മാറിയേനെ എന്നുള്ളതൊക്കെ നമുക്ക് ചിന്തിക്കാവുന്നതാണ്. പിന്നീട് അണ്ടർ ഇവാനാണെങ്കിലും അദ്ദേഹം ബെറ്ററായിട്ട് അത് കഴിഞ്ഞുള്ള സീസണിൽ ആ ഒരു ഇഞ്ചറി സീസൺ കഴിഞ്ഞ് ഫൈനലിലാണ് കളിച്ചത്. അതിന് ശേഷം നെക്സ്റ്റ് സീസണിൽ അദ്ദേഹത്തിന് ആദ്യ ഫേസിൽ നന്നായിട്ട് കളിക്കാൻ സാധിച്ചു. നമുക്കറിയാം ആ ഒരു ഫസ്റ്റ് ഫേസ് ഓഫ് ഒരു 10 മാച്ചിലൊക്കെ ഒരു ഭയങ്കര ഇമ്പാക്റ്റൊക്കെ ഉണ്ടാക്കിയിരുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് വൈസിലൊക്കെ കുറച്ച് പ്രശ്നങ്ങൾ സംഭവിച്ചു. പിന്നെ കഴിഞ്ഞ സീസണുകളിലാണെങ്കിലും ഈ പറഞ്ഞ പോലെ ഒരു ഡിപ്പ് സംഭവിച്ചു. അദ്ദേഹത്തിന് ഗോൾസ് കണ്ടെത്താൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ഗോൾ കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നങ്ങൾ അദ്ദേഹത്തെ അലട്ടിക്കൊണ്ടേയിരുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ സീസണിൽ ഒരു ഗോൾ പോലും അദ്ദേഹം അടിച്ചിരുന്നില്ല. ഈ സീസണിലേക്ക് വരുമ്പോഴാണ് അദ്ദേഹത്തിന് ഒരു ഗോൾ സ്കോർ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അങ്ങനെ ആരാധകരുടെ ഭാഗത്തു നിന്നും ഒരുപാട് വിമർശനങ്ങൾ ഒക്കെ നേരിടേണ്ടി വന്നിരുന്നു. സോ അദ്ദേഹവും ചില സമയത്തൊക്കെ പല രീതിയിൽ പ്രതികരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഡയറക്റ്റ്ലി ഇൻഡയറക്റ്റ്ലിയൊക്കെ ആയിട്ട് ചില കാര്യങ്ങളൊക്കെ ഇപ്പം മാധ്യമങ്ങളിലൊക്കെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ചില ഫാക്ടേഴ്സ് അവിടെ നിലനിന്നിരുന്നു എന്നുള്ളതാണ്. സോ എനിക്ക് തോന്നുന്നത് ഇത് റൈറ്റ് ടൈം തന്നെയാണ്, അദ്ദേഹം ക്ലബ്ബ് വിട്ടു പോകേണ്ട ഒരു സമയം തന്നെയാണ് എന്നുള്ളതാണ്. സോ അദ്ദേഹം ഒരു നല്ല ടാലൻറ്റഡ് പ്ലെയറാണ്. നമ്മളത്രയും വലിയ പ്രതീക്ഷ KBFCയുടെ മാത്രമല്ല ഇന്ത്യൻ ഫുട്ബോളിൻ്റെയും ഒരു പ്രതീക്ഷ കൽപ്പിച്ചിട്ടുള്ളൊരു താരം തന്നെയാണ്. സോ അദ്ദേഹത്തിന് ചിലപ്പോൾ ഒരു ഫ്രഷ് സ്റ്റാർട്ടായിരിക്കും. കാരണം അദ്ദേഹം ആ ഒരു ഫ്ലോയിൽ വന്ന് എവിടെയോ അദ്ദേഹത്തിന് എന്തോ നഷ്ടമായി എന്നുള്ളൊരു രീതിയിലേക്ക് കാര്യങ്ങളൊക്കെ പോയിരുന്നു. സോ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒഡീഷ FCയിലേക്ക് പോകുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു ഫ്രഷ് ആയിട്ടുള്ള സ്റ്റാർട്ട് കിട്ടും. ഇവിടുത്തെ അത്രയും പ്രഷർ എന്താണെങ്കിലും ഉണ്ടാവില്ല. സോ അണ്ടർ ലൊബേറയാണ് കളിക്കാൻ പോകുന്നത്. അദ്ദേഹം ഏത് തരത്തിൽ പ്ലേയേഴ്സിനെയൊക്കെ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. സോ അങ്ങനത്തെ ഒരു മാറ്റമായിട്ട് മാറട്ടെ. എന്താണെന്ന് പറഞ്ഞാലും ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ മനസ്സിൽ എന്നും ഒരു ഇഷ്ടമുള്ള താരം തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ ഒരു ചേഞ്ച് ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ചേഞ്ചായിട്ട് മാറട്ടെ എന്നുള്ളത് തന്നെയാണ്. ഞാനിതൊരു നല്ല മാറ്റമായിട്ട് തന്നെയാണ് ക്ലബിൻ്റെ സൈഡിൽ നോക്കുമ്പോഴും ആസ് എ പ്ലെയറിൻ്റെ സൈഡിൽ നോക്കുമ്പോഴും എനിക്ക് തോന്നുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. ഒരുപാട് ഓർമ്മകൾ മെമ്മറീസൊക്കെ തന്നിട്ട് രാഹുൽ KP മടങ്ങുന്നു. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ് ഈ ഒരു വിഷയത്തിൽ നിന്നുള്ള കമ്പോസ് ചെയ്യാൻ പറ്റിയ കഴിഞ്ഞ ശേഷം സന്യ